ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ വീണ്ടും ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. പ്രജിൻ ആൻഡ് പ്രവിത, യെസ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്, വാർത്തകളുണ്ട്, അത് മാറ്റിവെക്കുന്നില്ല. അപ്പോൾ ആ വാർത്തകളിലേക്കും ഒപ്പം വിശേഷങ്ങളിലേക്കും നിങ്ങളുടെ കുറേ വിശേഷങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ പ്രവിത. അതെ, നമ്മൾ ആ വിശേഷമൊക്കെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രജൻ എത്തിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. എന്റെ ശബ്ദം ശരിയായില്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടല്ലേ, കുറെ ബെറ്റർ ആണ് ശബ്ദം. പനിയൊക്കെ മാറി, പനിയൊന്നുമില്ല ഇപ്പോൾ, പക്ഷെ പോയ ശബ്ദം ഇത് തിരിച്ചു വന്നിട്ടില്ല. വരും, നാളത്തേക്ക് ഒന്ന് പ്രതീക്ഷിക്കാം. അത് നാളൊരു ഗാനമായിട്ട് വരട്ടെ. ഞാൻ ഇന്ന് പാടാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. പാടിക്കൊളവാക്കണ്ട എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കടക്കാം. അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുട്ടുമടക്കി KSEB. തിരുവമ്പാടി ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കും. കുടുംബവുമായി താമരശ്ശേരി തഹസിൽദാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വീട്ടുടമ റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ KSEB ജീവനക്കാരായ 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. തിരുവമ്പാടി KSEB ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള കണക്ഷനാണ് KSEB വിച്ഛേദിച്ചത്. പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനമുയർന്നതോടെ ഉപാധിയുമായി KSEB രംഗത്തെത്തി. ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമമുണ്ടായിട്ടുണ്ടെന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നുമായിരുന്നു നിലപാട്. ജീവനക്കാർക്ക് ഭീഷണിയില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും 24 പറഞ്ഞു. KSEB അവർ ജീവൻ പണയം വെച്ചിട്ട് പോവോ? ഇല്ല, ജീവനക്കാർക്ക് അവർക്കൊരു സംരക്ഷണം കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നാളെ പോയാൽ ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തി. എന്നാൽ KSEB ആവശ്യം കുടുംബം തള്ളി. നീണ്ട ചർച്ചകൾക്കൊടുവിൽ വൈദ്യുതി ഉടൻ പുനഃസ്ഥാപിക്കാൻ താമരശ്ശേരി തഹസിൽദാർ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഏറ്റവും ഒടുവിൽ കളക്ടറുമായി സംസാരിച്ചു. അപ്പോൾ എന്താണ് അവസാനത്തെ തീരുമാനം? പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യവാങ്മൂലത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ KSEBക്ക് ഡയറക്ഷൻ ഇപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. സത്യം അത് ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടുടമ റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ KSEB ജീവനക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യെസ്, അപ്പോൾ അതാണ് തിരുവമ്പാടിയിലത്തെ ആ വിഷയം. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദമായതാണ്. ഇന്ന് പകൽ നേരത്തും ആ രീതിയിൽ ഒരുപാട് പ്രതികരണങ്ങളൊക്കെ വന്ന അതിനൊടുവിലാണ് ഇപ്പോൾ ഈ രീതിയിൽ KSEB ഇങ്ങനെയൊരു പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചതും. അങ്ങനെ ആ വിവാദം അവിടെ കെട്ടടങ്ങും നോക്കാം. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാലും കേസെടുത്തിട്ടുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്ന് പൊതുസമൂഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ തന്നെ തുടർവാർത്തയാണ്. സംസ്ഥാനത്ത് പനി പടരുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം മറ്റൊരു ആശങ്കയായിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കിയതോടെ ഇന്നലെ മാത്രം 11,050 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 159 പേർക്ക് ഡെങ്കിയും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 42 H1N1 കേസുകളും 32 മഞ്ഞപ്പിത്ത കേസുകളും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് H1N1, എറണാകുളത്ത് ഡെങ്കിയും മലപ്പുറത്ത് പകർച്ചപ്പനിയും വ്യാപകം. കുസാറ്റിലെ ഫിസിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക് H1N1 രോഗബാധ സ്ഥിരീകരിച്ചു. H1N1 രോഗികളിൽ 24 പേരും തിരുവനന്തപുരത്താണ്. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 1000-ന് മുകളിലാണ് പനിബാധിതരുടെ എണ്ണം. ഡെങ്കിപ്പനി എറണാകുളം 86, തിരുവനന്തപുരം 18, കൊല്ലം 16 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഈ മാസം ഇതുവരെ 1,00,000-ലേറെ പേർക്കാണ് വൈറൽ പനി ബാധിച്ചത്. 5 ദിവസത്തിന് ശേഷമായിരുന്നു പനിബാധിതരുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടത്. 3 ദിവസത്തിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. 24 തിരുവനന്തപുരം. അപ്പോൾ പനി വരുമ്പോൾ സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണ പനി വരുമ്പോൾ ഏതെങ്കിലും ഒരു പാരസെറ്റമോളോ ഡോളോ ഒക്കെ മേടിച്ച് കഴിക്കും. പക്ഷേ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമുക്ക് അങ്ങനെ ഈസിലി വെച്ച് കളിക്കാൻ പറ്റുന്ന സാധനമല്ല. പ്രത്യേകിച്ച് ഈ പനിബാധിതരുടെ എണ്ണം കൂടുകയാണ്. ആൻറ്റിബയോട്ടിക് ആണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള പനികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ജാഗ്രതയാണ് വേണ്ടത്. ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, മാസ്ക് ധരിക്കണമെങ്കിൽ അത് ധരിക്കുക. ഒപ്പം
നമ്മൾ ഹൈജീൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൈകൾ ശുദ്ധമായി തന്നെ സോപ്പിട്ട് കഴുകി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസീവ് മെക്കാനിസമാണ്. തീർച്ചയായിട്ടും. ഇനി പോസിറ്റീവ് വാർത്തകളുടെ സമയമാണ്. പ്രധാന വാർത്തകളിൽ ഇടം പിടിക്കാത്ത ശുഭവാർത്തകൾ എന്തൊക്കെയാണ് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സ്വാഗതം ചെയ്ത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. വിവരങ്ങൾ പുറത്തുവരേണ്ടത് അനിവാര്യം. നിരാശാജനകമായ നിശബ്ദതയെ ഭേദിക്കുന്ന ഉത്തരവെന്ന് WCC. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തുടർ നടപടികളിലേക്ക് കടന്ന് സർക്കാർ. അഗ്നിപഥ് പദ്ധതിയിൽ ഘടനാപരമായ മാറ്റത്തിന് കേന്ദ്ര സർക്കാർ. വിമർശനങ്ങൾ ഒഴിവാക്കാൻ പരിഷ്കരണങ്ങൾ ആലോചനയിൽ. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 നിന്ന് 23 ഉയർത്തും. അന്തിമ തീരുമാനം സേനയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയെന്ന് ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. ടോക്കിയോയിലെ വെങ്കല നേട്ടം തന്റെയും ടീമിന്റെ ആത്മവിശ്വാസം കൂട്ടി. ഇത്തവണ കോർട്ടിലെത്തുന്നത് പരിചയസമ്പന്നരായ ടീമെന്നും ശ്രീജേഷ് 24-നോട്. 43-ാം പിറന്നാൾ നിറവിൽ ക്യാപ്റ്റൻ കൂൾ. ഇന്ത്യൻ മുൻ നായകന് പിറന്നാൾ ആശംസകളുമായി ക്രിക്കറ്റ് ലോകവും ആരാധകരും. ധോണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് ബോളിവുഡ് താരം സൽമാൻ ഖാൻ. ഈ പോസിറ്റീവ് വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ അഗ്നിപഥ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് അല്ലെ. അതിൽ ഘടനാപരമായ ചില മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ ശ്രമിക്കുന്നു. അതിനായുള്ള നിർദ്ദേശങ്ങൾക്കായി സേനയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു ജോലി അല്ലെങ്കിൽ അഗ്നിപഥിലൊക്കെ അഗ്നിപഥ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എന്താണ് പറയുക സൈനിക സേന നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോസിറ്റീവായിട്ടൊരു വാർത്തയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഈ പ്രായപരിധി അല്ലേ. അതെ, അത് 21 നിന്ന് 23 ആക്കി ഉയർത്തും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത എന്താണ്? അത്ര സുഖകരമല്ലാത്ത ചില വാർത്തകളാണ്. നമുക്ക് നോക്കാം. അലോസര വാർത്തകൾ. തൃശൂരിൽ മതിലിടിഞ്ഞു വീണ് 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വെങ്കിടങ്ങ് തൊട്ടിപ്പറമ്പിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവി ഭദ്ര. അപകടമുണ്ടായത് പഴക്കമേറിയ മതിലിന്റെ സമീപം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ഇടക്കളങ്ങര സ്വദേശി അബ്ദുൾ സലാം. കാലിൽ വൈദ്യുതി കമ്പി ചുറ്റിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തെ ചതുപ്പിൽ. തൃശൂർ നെല്ലിക്കുന്നിൽ 1.5 വയസ്സുകാരി കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമയ. കൈവരിയുള്ള കിണറ്റിൽ കുഞ്ഞെങ്ങനെ വീണു എന്നതിൽ ദുരൂഹത. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. ആലുവയിൽ യുവാക്കളുടെ കൂട്ടത്തല്ല്. ആലുവ പട്ടേരിപ്പുറത്ത് യുവാക്കൾ സംഘം ചേർന്ന് ഏറ്റുമുട്ടി. സംഘർഷ ദൃശ്യങ്ങൾ 24-ന്. കൊല്ലം അഞ്ചലിൽ അയൽവാസികൾ തമ്മിലുള്ള വഴക്ക് പരിഹരിക്കാനെത്തിയ മധ്യവയസ്കന് നേരെ ആക്രമണം. തല ഇടിവള കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു. പ്രതി അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ ചതുപ്പിൽ വീണ കാട്ടാന ചെരിഞ്ഞു. വനമേഖലയോട് ചേർന്ന് കൃഷിയിടത്തിലാണ് ആന ചെളിയിൽ പൂണ്ടത്. ചെരിഞ്ഞത് മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ആനയെന്ന് നാട്ടുകാർ. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ പറയുക ഇന്ന് ഒരുപാട് നമ്മളെ ആലോചനപ്പെടുത്തുന്ന വാർത്തകൾ, കുറെ നെഗറ്റീവ് വാർത്തകൾ വന്നൊരു ദിവസമാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ. അപ്പം പോസിറ്റീവ് വാർത്തകളേക്കാൾ ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ വന്നതുകൊണ്ട് നമ്മുടെ ദിനം മോശമാവുന്നില്ല. നമ്മൾ വളരെ പ്രതീക്ഷ നിർഭരമായി മുന്നോട്ട് പോകണം അല്ലേ. എപ്പോഴും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം നമ്മൾ. അതെ, നമുക്കിപ്പം പ്രേക്ഷകരുമായിട്ട് ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരുപാട് കമന്റുകൾ നിങ്ങൾ അയക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ കമന്റുകളിലേക്ക് പോകുന്നു. അതിന് മുമ്പ് പറയണ്ടല്ലോ ഒരു കാര്യം, നിങ്ങളും സ്ക്രീനിന്റെ ഭാഗമാവുന്നു. അതാണ് ഗുഡ് നൈറ്റ് ഷോയെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾ കുടുംബസമേതം അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരു സ്ക്രീനിലേക്ക് ഒരു സ്ക്രീൻ ഷെയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എത്താം. ഇപ്പോൾ ടി വിയിൽ നോക്കുക, ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങളൊരു വീഡിയോ പ്ലാറ്റ്ഫോമിലേക്ക് വരും. സൂം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്ത് നമ്മുടെ ഈ സ്ക്രീനിലേക്ക് എത്താം. അതിപ്പോൾ
സ്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒട്ടും വൈകണ്ട. ഫേസ്ബുക്കിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും 24 ന്യൂസ് എന്ന 24 ഓൺലൈൻ പേജിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതേ കോഡ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിന്റെ ഭാഗം. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു തുടങ്ങാം. അതിനു മുമ്പ് നമ്മൾ നിങ്ങളുടെ കമന്റുകളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകുന്നു. പ്രവിത, അതെ, നമുക്ക് കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ലേഖ ജയൻ പറയുന്നു, പ്രജൻ ഈ പാട്ടൊന്ന് പാടുമോ? ഇങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്ന പാട്ട് പാടണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് പാടാം. ആ, ഒപ്പം തോമസ് ജോർജ് പറയുന്നു, എന്താ അതും പാട്ട് തന്നെയാട്ടോ, നിലാവിന്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്നുള്ള പാട്ട്. പിന്നെന്താ, ഈ നേരത്തെ ഈ ഒച്ച എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഒച്ച എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നത്. അപ്പം സിന്ധു അതിന് പറയുന്നുണ്ട്, അതായത് സൗണ്ട് ഞങ്ങൾ ഒച്ച എന്ന് പറയും നൗഷാദെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഭാഷാഭേദമാണല്ലോ പലയിടങ്ങളിൽ പല ഫൺ സോൺ പറയുന്നു, ഞാൻ നിങ്ങളുടെ ചാനലിലെ ആരാധകനാണ്, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഷെമിജ് പറയുന്നു, പ്രജൻ പ്രവിത ഇന്നെന്താ കമന്റ് വായിക്കുന്നില്ല, ഈ കമന്റ് വായന കേൾക്കാനാണ് പ്രേക്ഷകരായ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് എന്ന് അരുൺ ജി മുട്ടട പറയുന്നു. ഈ തൂമഞ്ഞിൻ നെഞ്ചിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അരുൺ ജി മുട്ടട ഈ ഗാനം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു 2 ലൈൻ മൂളാം. തൂമഞ്ഞിൻ നെഞ്ചിലു തുങ്ങി മുന്നാഴിക്കനവ്, തേനൂറും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും നീർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലു തുങ്ങി മുന്നാഴിക്കനവ്. അപ്പം പ്രജൻ ആദ്യം എന്റെ പേര് തെറ്റിച്ച് പറഞ്ഞില്ലേ, അപ്പൊ ഒരു പ്രേക്ഷകരത് നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരത് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹനീഫ പറയുന്നു, പ്രജൻ പ്രവിതയെ പ്രജിത എന്ന് വിളിക്കാൻ നോക്കിന്ന്. ആരാണ് പ്രജിത എന്നൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, പ്രവിത എന്ന് വന്നപ്പോ പെട്ടെന്ന് അങ്ങനെ ടങ് സ്ലിപ്പ് വന്നതാണ്. അപ്പം ഷൈനി ചോദിക്കുന്നു, കൂട്ടുന്ന പുളിയല്ലേ, എന്താ പറയാ, അതെ 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 അതെ, കൂട്ടുന്ന പുളിയാണ്. അപ്പം തെറ്റുകളൊക്കെ വരും. പനി മാറിയില്ലേ, എന്റെ പനി മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പനിയൊന്നുമില്ല ഇപ്പം, പക്ഷെ ആ ശബ്ദം ഒച്ചയടപ്പൊന്ന് മാറാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ നല്ലവരായ പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നു. പ്രജന്റെ ഈ പാട്ട് നല്ലതാണെന്ന് കുഞ്ഞി മുഹമ്മദ് പറയുന്നുണ്ട്. പിന്നെന്താ, 2 പേരും പൊളിയാണ്, നല്ല ഉറക്കം വന്നതാണ്, അത് പോയി ഉഷാറായി എന്ന് അലൻ പറയുന്നു. താങ്ക് യു അലൻ. രവികുമാർ PB പറയുന്നു, പ്രകൃതിയുടെ ശബ്ദം ശരിയായി കഴിഞ്ഞാൽ മൺചിത്രത്താഴ് എന്ന സിനിമയിലെ പലവട്ടം പൂക്കാലം എന്ന പാട്ട് പാടണം. അതെനിക്ക് തോന്നുന്നു പ്രജൻ ആദ്യത്തെ ദിവസം പാടിയിരുന്നു അല്ലേ? പാടാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ കമന്റ്സ്. നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. നമ്മുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കാത്ത നിങ്ങളുടെ ഒരു ദിവസത്തെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ എന്നും പറയുന്നത് പോലെ സൗഹൃദങ്ങളെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എന്ത് വേണമെങ്കിലും ഏത് വിഷയമായിക്കോട്ടെ അത് സംസാരിക്കാം. തൽക്കാലം നമ്മുടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അല്പസമയം മാറ്റിവെക്കാം. കാരണം ഇതൊരു നമ്മൾ കിടക്കാൻ പോകുന്ന സമയമാണ്. അപ്പം മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയി നമ്മൾ വളരെ സൂത്തിങ് ആയിട്ട് പോകണം. നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഉറക്കം എണീക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും ആ കുറച്ച് മണിക്കൂറുകൾ, അതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി മണിക്കൂറുകൾ. അതുപോലെ തന്നെയാണ് കിടക്കാൻ പോകുമ്പോൾ നമ്മൾ നല്ല മനസ്സോടെ കിടന്നെങ്കിൽ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റിഫ്രഷ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ പിന്തുണ നമുക്ക് വളരെ വലുതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ നൈറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക കടയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഈ കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 24 മണിക്കൂർ ഇത് ഓണാണ് കേട്ടോ. 24 മണിക്കൂറും ഓൺ ആയിട്ടുള്ള ഒരു കടയാണ്. അപ്പം കൊച്ചിയിലാണ് ഈ സ്ഥലം. അപ്പോൾ കൊച്ചിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ, വൈകിപ്പോയി എന്നൊക്കെയുള്ള പരാതിയൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഈ കടയിലേക്ക് പോകാം. ഇതൊരു ചെറിയ കടയല്ല, ചെറിയ കടയൊക്കെയാണ്, പക്ഷേ ഇതൊരു വെറൈറ്റി കടയാണ്. അതൊന്ന് പറഞ്ഞേ. അതെ, സമാധാനമായിരുന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ദോശ, അതായത് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഭക്ഷണം തന്നെയാണ് ദോശ. വെറൈറ്റി ദോശകൾ എന്നാണ്, ഒരുപാട് ദോശകളുണ്ട്, പല ടൈപ്പ് ഓഫ് ദോശ. അതെ, കൊച്ചി ഇൻഫോ പാർക്കിലെ ടെക്കികളുടെ സ്വന്തം ദോശക്കട, ഇൻഫോ പാർക്ക് റോഡിലെ ചന്തുവിന്റെ ചായക്കടയിൽ ഏറ്റവും സ്പെഷ്യൽ ചുക്ക് കാപ്പിയും ദോശയുമാണ്. 24 മണിക്കൂർ നേരത്തെ പറഞ്ഞു ഓണാണ്. അപ്പം അതും 100-ലേറെ വെറൈറ്റി ദോശകൾ എന്നതാണ് കടയുടെ പ്രത്യേകത. നേരെ ആ കടയിലേക്ക്.
ഉണ്ടാക്കുന്ന നല്ല ചൂടുദോശ, അല്പം മധുരവും എരിവുമൊക്കെയുള്ള ചുക്കുകാപ്പിയും കൂട്ടിക്കഴിക്കാൻ വർഷങ്ങളായി ഇൻഫോ പാർക്കിലെ ടെക്കുകളെത്തുന്ന ദോശക്കടയാണ് ചന്തുവിന്റെ ദോശക്കട. സമാധാനപരമായ അന്തരീക്ഷത്തിലിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ് പ്രധാന ഹൈലൈറ്റ്. കാഞ്ചീപുരം റോസ്റ്റ് ദോശ, എഗ്ഗ് മസാല ദോശ, പീസ് ദോശ, എഗ്ഗ് ബട്ടർ മസാല ദോശ, പെപ്പർ റോസ്റ്റ് ദോശ തുടങ്ങി കഴിച്ചാലും തീരാത്ത അത്ര ദോശകൾ. ദോശയ്ക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്കായി ഒനിയൻ ആന്ധ്ര സ്പൈസി ദോശയും ഇവിടെ ദോശപ്രേമികളെ കാത്തിരിക്കുന്നുണ്ട്. 100ലധികം കിടിലനുമായ ദോശകളാണ് ഇവിടെ നിന്ന് ലഭിക്കുക. അസമിൽ നിന്നെത്തി കേരളത്തിന്റെ സ്വന്തം ദോശയുടെ ആശാനായി മാറിയ മുഹമ്മദ് ജാബിറാണ് പ്രധാന ദോശക്കാരൻ. എനിക്ക് ഒരു 7 വർഷമായി ഞാൻ കേരളത്തിൽ വന്നു. എനിക്ക് അങ്ങനെ 150 വെറൈറ്റി ദോശ അറിയാം. നോൺ വെജ്, വെജ് എല്ലാ ദോശ ഉണ്ടെങ്കിൽ അറിയാം. വെറൈറ്റി ദോശകൾ കഴിച്ച് ദോശക്കടയുടെ ആരാധകരായി മാറിയെന്ന് ഇൻഫോ പാർക്കിലെ ടെക്കുകൾ. ഇപ്പോൾ നമുക്ക് ഓവർ ടൈം വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടാണിത്. 24 hours ഇവിടെ അവൈലബിൾ ആണ്. നൈറ്റാണ് ഞാൻ കൂടുതൽ വരുന്നത്. നൈറ്റ് ജോബ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും. എൻ്റെ ഫേവറേറ്റ് ഇവിടെ കാടമുട്ട ബുൾസൈ ദോശയാണ്. 24 മണിക്കൂറും ദോശപ്രേമികൾക്ക് സ്വാഗതമെന്ന ദോശക്കടയുടമ. ഞങ്ങൾ സ്പെഷ്യൽ ദോശയാണ്. ഞങ്ങളിപ്പോൾ 10 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ടെക്കികളാണ്. ഇൻഫോ പാർക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത്. ദോശക്കടയുടെ രുചിപ്പെരുമാറിഞ്ഞ് നിരവധി പേരാണ് കുടുംബസമേതം കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രണയം ദോശയോടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ചന്തുവിൻ്റെ കടയിലേക്ക് എത്താം. ഇവിടെ 24 മണിക്കൂറും നിങ്ങളെ കാത്ത് 100ലധികം ദോശകൾ ഇരിപ്പുണ്ട്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. അപ്പൊ പൊളിയല്ലേ ദോശക്കട? പല വെറൈറ്റി ഓഫ് ദോശകളാണ് അവിടെ പോയി. 100ലധികം ദോശകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അതില് ശ്യാം പറഞ്ഞത് കേട്ടോ, ശ്യാം പ്രണയം ദോശയോടാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ വിജയൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് കണ്ടു. അത് പെട്ടെന്ന് വായിക്കട്ടെ. വിജയൻ പറയുന്നു, എനിക്ക് 10ൽ പഠിക്കുമ്പോൾ ഒരു ലവർ ഉണ്ടായിരുന്നു. ഞാൻ 10 8 നിലയിൽ പൊട്ടിയപ്പോൾ പ്രേമവും 8 നിലയിൽ പൊട്ടി. ഇതാണ് എന്റെ അനുഭവം. അതായത് നേരത്തെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞല്ലോ. അപ്പോൾ വിജയൻ പറഞ്ഞത് ഇതാണ്. എനിക്ക് തോന്നുന്നു ആ 8 നിലയെ പൊട്ടിയ ആ പ്രണയത്തിന് ശേഷം താങ്കൾ 10ാം ക്ലാസ് അടിപൊളിയായിട്ട് ജയിച്ച് ഇപ്പൊ 10 നിലയിലാണ് ജീവിതം എന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഓക്കെ, നിഷാദ് വിയുടെ ഇന്നത്തെ ഇത് കേൾക്കണ്ടേ? കോട്സ് കേൾക്കണ്ടേ? മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി വിചാരിക്കുന്നു എന്ന് ആലോചിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തിയല്ല പ്രധാനം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നിഷാദ് വി ആണ്. എല്ലാ ദിവസവും കോഴ്സുമായി വരാറുള്ള നിഷാദ് വി. അതെ, അതോടൊപ്പം തന്നെ ദോശക്കാഴ്ച കണ്ട് കൊതിയായി എന്ന് രാജേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ ബഹ്റൈനിൽ ചൂട് 42 ഡിഗ്രി ആയി എന്ന് പ്രസാദ് പറയുന്നുണ്ട്. അപ്പം സിന്ധു പ്രസാദ് മറ്റേ വിജയേട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. സാരമില്ല വിജയൻ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞതല്ലേ, കുഴപ്പമില്ല എന്ന്. പൊന്നപ്പൻസ് ഇൻ വണ്ടർലാൻഡ് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ പാട്ടൊക്കെ കൊള്ളാം, ഒരു ദിവസം SK അങ്കിൾ, ഹാഷ്മി അങ്കിൾ എന്നിവരെ കൊണ്ട് ഓരോ പാട്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ അറിയിക്കുന്നതാണ്. അല്ല, നമുക്ക് അറിയിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രസൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു പ്രേക്ഷക എന്താണ് പറയുക, ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിലേക്ക് വരികയാണ്. എവിടുന്നാ? UK എന്നാണ്. ഹലോ, ഹായ് സവിത. ഹായ് സവിത. ഹലോ. എന്തുണ്ട് വിശേഷം? ഓ താങ്ക് യു. സവിത എന്ത് ചെയ്യുന്നു അവിടെ? പിന്നെ പൊളിയല്ലേ അവിടെയോ? വോയിസ് ഇപ്പം കുഴപ്പമില്ല, നാളെ ആവുമ്പോ ശരിയാവുന്നതാണ് പ്രതീക്ഷ. സവിത എന്ത് ചെയ്യുന്നു? ഞാൻ കുറച്ച് നേരം ചോദിക്കുന്നു. സവിത അവിടെ എന്ത് ചെയ്യുന്നു? എവിടെയാണ് UK-ല്? ഞാൻ UK-ല് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലാണ്. ഓക്കേ. വൃത്തിയാണോ അല്ല പഠിക്കുകയാണോ? നേഴ്സാണ്. ഓക്കേ ഫൈൻ. പഠിക്കാന്നാണോ തോന്നുന്നേ? നല്ല കോംപ്ലിമെന്റ് അല്ലേ, നമുക്ക് എന്തും പഠിക്കാലോ. സ്കോട്ട്ലൻഡിൽ എവിടെയാണ്? അതെ അതെ, ഗ്ലാസ്ഗോ. ഓക്കെ. എന്റെ ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സ്കോട്ട്ലൻഡിൽ, അബർഡീനിലാണ്. എന്തോ നാട്ടിലെവിടെയാണ്? നാട്ടില് കടവന്ത്ര. കൊച്ചിക്കാരിയാ? ശരി. നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടിയൊക്കെ പോവാറുണ്ട്. ഞാൻ പോയി വന്നേ ഉള്ളൂ, നാട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഫ്ലവേഴ്സിന്റെ ഓഫീസ് അവിടെ ഒന്ന് മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്.
ആണോ? ഓക്കെ ആ. ഓക്കെ ഓക്കെ. ഞാൻ മറ്റേ ഏതായിരുന്നു ആ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, മറന്നുപോയി. മനസ്സിലായി. പണ്ട് അതിന്റെ ഫ്ലവേഴ്സ്. ബാക്കിലുണ്ടല്ലോ. ആ ഓക്കെ, ഞങ്ങൾ വേറെ കാര്യം ചോദിക്കട്ടെ, വീട്ടിലാരൊക്കെ അതെ ഉണ്ട്? അതെ അതെ മനസ്സിലായി. അപ്പൊ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് വെണ്ണലയാണ്. ആ, ആ ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ, നമ്മൾ പറഞ്ഞോളൂ. ഇനി എന്റെ വിശേഷങ്ങൾ പറയും. വീട്ടില് ഞാൻ ട്വിൻസ് ആണ്. ആഹാ. എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അവൾക്കൊരു ചെറിയ കുഞ്ഞായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ നാട്ടിൽ വന്നായിരുന്നു. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, ബ്രദർ ഉണ്ട്, അച്ഛനമ്മ. ഓക്കെ, Okay. എന്താണ് ട്വിൻ സിസ്റ്ററുടെ പേരെന്താണ്? അതുകൂടെ പറയൂ. സരിത. ഞാൻ സവിത, ഓൾ സരിത. മാറിപ്പോറുണ്ടായിരുന്നോ? ഇപ്പോഴും മാറിപ്പോറുന്നുണ്ടോ അങ്ങനെ? പണ്ട്, ഇപ്പയില്ല. ഓക്കെ ഓക്കെ. അപ്പം പണ്ട് മാറുമായിരുന്നു. ആ നാട്ടിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ മാറുന്നുണ്ടായിരുന്നു. ആരാ അതില് ചേച്ചി? ആരാ, സബിജാണോ സരിതയാണോ? അതിപ്പോഴും ഡൗട്ടാട്ടോ, അതിപ്പോഴും ഡൗട്ടാണ്. പേരൻസ് പറയുന്നത് ഞാൻ 5 മിനിറ്റ് മൂത്തതാണെന്ന് പറയുന്നു. ഓ അവർക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴൊന്നും പണ്ടൊക്കെ അങ്ങനെയല്ലേ, അവര് ആദ്യം ഒരു ഐഡിയ ഇല്ല. ആ, ഐഡന്റിക്കൽ ആണോ? അല്ല, സരിതയ്ക്ക് എന്താണ് അതില് ഇഷ്ടം? എന്താണ്, മൂത്തതായിട്ട് അറിയപ്പെടാനാണോ അല്ല ഇളയതായിട്ട് അറിയപ്പെടാനാണോ? എനിക്ക് ഇളയതായാ മതി, ഇളയതായാ മതി. അധികം സവിത, നിങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണോ? ഒരേപോലെയാണോ ഇരിക്കുന്നത്? ഐഡന്റിക്കലാ. ഓക്കെ ഓക്കെ. സവിത ഒരു കാര്യം പറയട്ടെ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു അതെ. സുഖമുണ്ടല്ലേ, ഭയങ്കര എനർജറ്റിക് ആണ്. നമുക്ക് നല്ല എനർജി കിട്ടുന്ന സവിതയോട് സംസാരിച്ചിട്ട് കേട്ടോ. അപ്പൊ കീപ് ഗോയിങ്, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ നല്ലൊരു ദിവസം ആകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനിയും ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് കാണണം, അഭിപ്രായം അറിയിക്കണം കേട്ടോ. 24ന്റെ ബിഗ് ഫാൻ ആട്ടോ. 24ന്റെ ബിഗ് ഫാൻ ആണ്. നാട്ടിലത്തെ ഓണം എല്ലാം ഞാൻ കാണുന്നത് സ്ക്രീനിൽ കൂടി ആട്ടോ. 24ലെ ആരുടെ വാർത്താവതരണമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? അത് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് ഒഫൻഡഡ് ആവും. എല്ലാവരും ഈക്വലി കൂട്ടാണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ ഉന്മേഷിവരാണെന്ന് ഞാൻ ഉന്മേഷിന്ന് പറയണേ. തീർച്ചയായിട്ടും പറയാം. ഓക്കെ, ഉറപ്പായിട്ടും പറയാം. ഉന്മേശ്വരാണ് ഇത് കേൾക്കുന്നുണ്ട്. ആ അതെ, ഇവിടെ ഉണ്ട്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ഇവിടെ ഉണ്ട്. സ്പെഷ്യൽ റിഗാർഡ്സ്, അത് കൊടുക്കാം. ആണോ? പറയാം കേട്ടോ. അന്വേഷിച്ചെന്ന് പറയണോ കേട്ടോ. ഓ പറയാം. എല്ലാവരും അന്വേഷിച്ചെന്ന് പറയണേ. ഓക്കെ, ബൈ. തീർച്ചയായിട്ടും. ബൈ. ഓക്കെ, ബൈ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോളർ ആയിരുന്നു. എനർജറ്റിക് ആയി മാറി. ഓക്കെ, അപ്പോ നിങ്ങളും ഇനി അടുത്ത കോളർ നിങ്ങളായി മാറട്ടെ. അപ്പൊ പെട്ടെന്ന് എടുത്തെടുത്ത് വിളിച്ചു തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഹെഡ്ലൈൻസിലൂടെ പറഞ്ഞിരുന്നു. അതെ. പക്ഷെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഒരു അതല്ലാണ്ട് ചെറിയൊരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ വൈറൽ ക്ലിപ്പാണത്. അതെ, തീർച്ചയായിട്ടുമാണ്. മാത്രമല്ല, ഇനിയും ഈ പരിപാടിയിൽ ഒരുപാട് പുതുമകൾ ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പം 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് പ്രേക്ഷകർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സിലെ പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം വരുന്നവരുണ്ട്. അതിനിടയിൽ കുറേ പ്രേക്ഷകരുടെ കമൻസും കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം എന്ന്. സാമുവൽ ചോദിക്കുന്നു, QR കോഡ് ഒന്നുകൂടി കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. ഒന്നുകൂടി ഒന്ന് കാണിക്കോ ശ്രീലക്ഷ്മി? നമ്മുടെ പ്രൊഡ്യൂസറാണ്. അതെ അതെ. PCR നമുക്ക് പെട്ടെന്ന് ആ ഒരു QR കോഡിന്റെ ആ വിഷ്വൽ ഒന്ന് കൊടുക്കാമോ? നമ്മുടെ പല ആൾക്കാർക്കും അത് സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇതാണ് QR കോഡ്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റും. അത് അവിടെ വീഡിയോ കോൾ ചെയ്ത്, അതായത് സൂം ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. നല്ലൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് മൊബൈലൊക്കെ സ്റ്റഡിയായി വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വരാം. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമ്മുടെ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് എത്താം. അതാ അതിനിടയിൽ എനിക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണ എനിക്കൊരു മെസ്സേജ് വാട്സാപ്പിൽ അയച്ചു. അതെന്താണെന്നറിയോ, ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റാത്ത, അതായത് സാധാരണ മൊബൈലുള്ള ഒരാളെ, അപ്പൊ അവർക്ക് നമ്മൾ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് നേരെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു, ഫോൺ വിളിച്ചു. അപ്പം എന്നിട്ട് പറയാണ്, കൊല്ലത്തുനിന്നൊരു സിജു ആണ്, ഒരു 3-ാമത് തവണ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഫോണല്ല കയ്യിലുള്ളത് തൽക്കാലം, അപ്പോൾ ഒരു പാട്ട് പാടുമോ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മുടെ വൈൻഡപ്പിൽ പാടുന്ന പാട്ട് ഞാൻ ചേട്ടന് പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അരുണിമ പറയുന്നു, എത്ര ചോദിച്ചാലും ഒരു ഹായ് തരില്ല. എന്താ എന്ന് ചോദിക്കുന്നു അരുണിമ. ഹായ്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. പിന്നെന്താ, പ്രജൻസി പ്രവിത, ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. ഈ ഒരു തോൽവി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇതിനേക്കാൾ വലിയ തകർച്ച കണ്ടിട്ടുണ്ട്, ഇനി ഉറക്കെ വിളിച്ചു പറയും ബ്രസീൽ ബ്രസീൽ. ലേഖ ജയൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നുണ്ട്. പ്രവിത എന്നും ചോദിക്കണമെന്ന് ഓർക്കും, അത്താഴം കഴിച്ചോ? ഞാൻ അത്താഴം കഴിച്ചു. കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. എന്താ, പനിയുള്ള ആൾക്കാർക്ക് എനിക്ക് മരുന്നും കൂടെ കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ ഇന്ന് കഴിച്ചില്ല. മാത്രമല്ല, ഈ പനിയൊക്കെ കഴിഞ്ഞതിന്റെ എനിക്ക് അത്ര വിശപ്പൊന്നും ഇല്ല.
അതുകൊണ്ടായിരിക്കും. പ്രവിത കഴിക്കും, ഞാൻ കഴിച്ചു. അപ്പോൾ നിങ്ങൾ കഴിച്ചോ? നിങ്ങളുടെ കാര്യം കൂടെ പറയൂ, എന്ത് കഴിച്ചു എന്ന് പറയൂ. അപ്പോൾ നമ്മുടെ കമന്റ്സിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയാലോ? അതെ, ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് നമുക്ക് ഇപ്പം ട്രിവാൻഡ്രം KL01 ഉണക്ക കുബൂസും കറിയും ഖത്തറിൽ നിന്നും ജലീൽ PM പൂവച്ചൽ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതാണ് കഴിച്ചതെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഖത്തറിൽ നിന്ന്. ഹരീഷ് പറയുന്നു പ്രവിതയ്ക്ക് പണി കുറഞ്ഞു, സൗണ്ട് പോയല്ലോ, പനിയാണ് ഉദ്ദേശിച്ചത്. കുറഞ്ഞിട്ടുണ്ട്. പൊടിമോൻ ചക്കാലയിൽ നിന്നാണല്ലേ, പൊടിമോൻ ചക്കാലയിൽ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത എന്ന ഈ പരിപാടി അടിപൊളിയാണ്. ഇവിടെ കുവൈറ്റിലെ ഞങ്ങൾ 50 ഡിഗ്രി ചൂടിൽ ആണ്, മുകളിൽ ചൂടാണ് അനുഭവിക്കുമ്പോൾ സന്ധ്യാനേരത്തിലുള്ള ഈ പ്രോഗ്രാം നല്ലൊരു കുളിർ മഴ പോലെ തോന്നാറുണ്ട് എന്ന് പറയുന്നു പൊടിമോൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഞ്ജന പറയുന്നു പ്രവിത ചേച്ചി പറഞ്ഞത് ശരിയാണ്, പനി വന്നാൽ പിന്നെ വിശപ്പില്ല, എനിക്കും പനിയാണ്, മരുന്നൊക്കെ കഴിച്ച് കുറവുണ്ട് ഇപ്പോൾ, പക്ഷേ സൗണ്ട് പ്രശ്നമുണ്ട്. സെയിം ടു സെയിം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ എന്താ കണ്ടന്റ് ഗെയിമർ ഒരു ഹായ് തരാമോ എന്ന് ചോദിക്കുന്നു. ഹായ് ഹായ് ഹായ്, കുറേ കരയുന്ന ഇമോജീസ് ഇട്ടിട്ടുണ്ട്. എന്തിനാ കരയുന്നത്? നമ്മൾ ഹായ് തന്നല്ലോ, ഹായ്. അപ്പോൾ പിന്നെ 1 മിനിറ്റ് പറയുന്നു പ്രിയപ്പെട്ട 24 നിരവധി കായിക താരങ്ങളുള്ള കേരളത്തിൽ വളർച്ചയുള്ള ഒരു കായിക മേഖലയാണ് ഫുട്ബോൾ. നിലവിൽ കേരളത്തിലുള്ള പ്രധാന ക്ലബ്ബുകൾ പോലും നഷ്ടത്തിലാണ്. നമ്മുടെ നാട്ടിലുള്ള താരങ്ങളുടെ ട്രെയിനിങ് ഗ്രൗണ്ട്, പിന്നെ അദ്ദേഹം എന്തോ ഉദ്ദേശിച്ചതൊന്നും ഇത്രയും വന്നിട്ടുള്ളൂ. അപ്പം കായിക മേഖലയുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർമി ഫാമിലി പറയുന്നു ഒന്ന് വിളിക്കൂ ഒരിക്കൽ മാത്രം, എത്ര തവണ മെസ്സേജ് ഇട്ടു പ്രജി ആൻഡ് പ്രവിത എന്ന് പറയുന്നുണ്ട്, വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആർമി ഫാമിലി. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. അരുൺ ചോദിക്കുന്നു ഇന്ന് പ്രേതകഥ ഇല്ലേന്ന്. കഥയുണ്ട്, കാണാം നമുക്ക്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത് ബംഗളൂരുവിൽ നിന്നും പ്രകാശ് ആണെന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. പ്രകാശ് ഏട്ടൻ, പ്രകാശ് ഹായ്. ഹായ് പ്രകാശ്, ബംഗളൂരിൽ ആണല്ലേ? സുഖാണോ? ആരാ കൂടെയുള്ളത്? എന്താ മോന്റെ പേര്? പേരെന്താ? സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? ഓ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി, വലിയ കുട്ടിയാ. നാളെ പോണ്ടേ? മൺഡേ അല്ലേ? മിണ്ടനില്ല. പ്രകാശ് നാട്ടിലെവിടെയാണ് പ്രകാശ്? നാട്ടിലെ കോഴിക്കോട് കുറ്റ്യാടി. കുറ്റ്യാടി. ഓക്കെ, കുറ്റ്യാടി എന്നല്ലേ നമ്മുടെ റീജിത്ത്? കൊയിലാണ്ടിയാണ് കോഴിക്കോട്. അപ്പോ എന്തുണ്ട് ബാംഗ്ലൂരിലെ വിശേഷം? അവിടുത്തെ നല്ല കാലാവസ്ഥയാണോ? ഇപ്പോ നാട്ടിൽ നല്ല മഴയാണ്. ഇവിടെ ഒരു 3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അവിടുത്തെ ഈ നമ്മുടെ വാർത്തകളിലൊക്കെ പലപ്പോഴും വന്നതാണ് അവിടുത്തെ ഈ വെള്ളത്തിന്റെ പ്രശ്നം, ജലലഭ്യത ഒക്കെ മാറിയോ? ഇപ്പോ വെള്ളമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ? അയ്യോ, പ്രകാശിന്റെ ഞങ്ങളെ ഏരിയയിലും ഇല്ലല്ല, കണക്ട് ആണ്. പറയൂ പറഞ്ഞോളൂ. ഞങ്ങളെ ഏരിയയിലൊന്നും വെള്ളത്തിന് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. സിറ്റിയിലൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളെ കുറച്ച് മാറിയിട്ടാണ്. ശരി, എന്ത് ചെയ്യുന്നു പ്രകാശ്? ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാനൊരു മെഡിസിൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഫൈൻ. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചില്ല, പ്രവിത കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ഓർത്തിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അത് കൊള്ളാം. അപ്പൊ പെട്ടെന്ന് കഴിക്കും, ലേറ്റ് ആവണ്ട. നമ്മളെന്തായാലും പ്രോഗ്രാം കഴിഞ്ഞു, ഞാൻ കഴിച്ചു, പ്രവിത കഴിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രകാശ്. 24 വന്നതിന് ശേഷം വേറെ ഒരു ന്യൂസ് ചാനലും കണ്ടിട്ടില്ല, ഓൺലി 24 ആൻഡ് ഫ്ലവേഴ്സ് ചാനൽ. താങ്ക് യു സോ മച്ച് പ്രകാശ്. അത് കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്കൊപ്പം തുടരുക. അപ്പൊ വീട്ടിലെല്ലാവർക്കും ഹായ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. പ്രകാശാണ് ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നത്. അപ്പൊ 24നെ സ്നേഹിക്കുന്ന മറ്റൊരു പ്രേക്ഷകൻ കൂടിയാണ്. അതെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അതെ, നമുക്ക് ഇനി പോകാൻ പോകുന്ന സെഗ്മെന്റ് എന്താണ്? ഉറക്കശാസ്ത്രം. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഉറക്കം ഭക്ഷണത്തിന് ശേഷം ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാവുള്ളൂ എന്നൊക്കെ ഇന്നലെ ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഉറക്കവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമ്മൾ എത്ര പേർക്ക് അറിയാം? അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാത്രി ഭക്ഷണത്തെ പറ്റിയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, രാവിലത്തെ ഭക്ഷണം അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജാവിനെ പോലെ കഴിക്കണം, എന്നാൽ രാത്രി ഭക്ഷണം അതായത് അത്താഴം ഒരു യാചകനെ പോലെ കഴിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം?
നമ്മുടെ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ നമ്മുടെ ആക്ടിവിറ്റീസിനും വേണ്ട കലോറി നമുക്ക് തരേണ്ട, ഊർജ്ജം നമുക്ക് തരേണ്ട ഭക്ഷണമാണ്. സോ അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിക്കുകയോ ചെയ്യരുത്, നന്നായിട്ട് കഴിക്കണം. എന്നാൽ രാത്രി ഭക്ഷണം ഒരു യാചകനെ പോലെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കുറച്ചേ കഴിക്കാൻ പാടൂ. ഓവറായിട്ട് നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ വയറിനെ നിറയ്ക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്കും, ഒന്നാമത്തെ കാര്യം അത് റിഫ്ലെക്സ്, ഭക്ഷണം ഓവർലോഡ് ആയി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് തികട്ടി വരുന്ന ഒരു പ്രശ്നം, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയും, അതിന് വഴിവെക്കാം. പിന്നെ നമുക്ക് ദഹനം ശരിക്ക് നടക്കാതിരിക്കാം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. സോ രാത്രി ഭക്ഷണം എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കുക, പെട്ടെന്ന് ദഹിക്കുന്ന തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വിയോഗ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കൊക്കെ സങ്കടം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ്. കാരണം എന്താ പറയുക, കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ എല്ലായിടങ്ങളിലും പോയി പെർഫോം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് അപ്പുറത്തും ഒരുപാടിടങ്ങളിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ഡ്രമ്മർ ജിനോ കെ ജോസ് എന്നാണ്. ജിനോ ചേട്ടൻ നമ്മൾ വിളിക്കുക. ഡ്രമ്മർ ജിനോ, അദ്ദേഹം മരിച്ചു എന്ന വാർത്ത. 47 വയസ്സായിരുന്നു. വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശിവമണിയൊക്കെ നമ്മുടെ ഏറ്റവും എന്താണ് പറയുക ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ശിവമണി, ഡ്രമ്മർ. ഈ കേരളത്തിലൊക്കെ എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അത് ജിനോയിലൂടെയാണ് ഒരുപക്ഷെ അദ്ദേഹം വരാറുള്ളത്. ജിനോയുടെ എക്യുപ്മെൻസിലാണ് ശരിക്കും ശിവമണി പോലും വായിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ ബന്ധം, വലിയ ആർട്ടിസ്റ്റുകളൊക്കെയുമായി ബന്ധം സൂക്ഷിച്ച ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റിനാണ് നമുക്ക് നഷ്ടമാവുന്നത്. ഈ കോവിഡ് കാലത്തൊക്കെ ഈ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒരാൾ കൂടിയാണ്. അങ്ങനെ മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഫ്ലവേഴ്സിൻ്റെയും മ്യൂസിക് ഷോയുടെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴായി വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ് ജിനോ. അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റിനെ നഷ്ടമാവുന്നു. ആ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആ വിയോഗത്തിൽ, ദുഃഖത്തിൽ, കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. കുറച്ച് വിഭവങ്ങൾ കൂടി ബാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ. നമ്മുടെ കമൻസിലേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കമന്റ് ചെയ്ത ആൾക്കാർ? സുജ രവി മുംബൈ എന്ന് പറയുന്നു, സൂപ്പർ പ്രോഗ്രാമാണ് നിങ്ങളുടേതെന്ന്. താങ്ക് യു സുജ. അപ്പം സിന്ധു പറയുന്നു, പ്രേതകഥ കണ്ട് പേടി മാറി അല്ലേ കണ്ണാന്ന്. ഷനു പറയുന്നു, തകർത്തടിച്ച് മഴ തുടങ്ങി, കേൾക്കുന്നില്ല, എന്നാ ചെയ്യും എന്ന് പറയുന്നു. ഇത് എവിടെയാണ് സ്ഥലം, എവിടെയാണ് ഇപ്പൊ മഴ പെയ്യുന്നത്, അതും കൂടെ പറയൂ. ഇവിടെ മഴയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഇപ്പം മഴ ചാറുന്നുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഇവിടേക്ക് കേൾക്കുന്നില്ല. അപ്പം കിങ് ഇഗി അൺബ്ലോക്ഡ് ഒരു ഹായ് പറയുന്നുണ്ട്. പിന്നെ ലേഖ ജയൻ പറയുന്നു, ജിനോയ്ക്ക് പ്രണാമം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സജി മാങ്കോട് പറഞ്ഞു, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന വല്യച്ഛൻ ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത എന്ന പ്രോഗ്രാം കാണാൻ തുടങ്ങിയ ശേഷം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആ ദുശീലം നിർത്തി. നന്നായി, അത് അങ്ങനെ ഒരു ഗുണം ഉണ്ടായല്ലോ. പിന്നെ മല്ലു വൈറ്റി പറയുന്നു, പ്രജിൻ ചേട്ട പാട്ട് അടിപൊളി, എൻ്റെ അമ്മ ബിഗ് ഫാൻ ഓഫ് പ്രജിൻ ചേട്ട. അമ്മയുടെ പേര് രജനി, ഒരു ഹായ് പറയുമോ? ഹായ് ഹായ് അമ്മ. ഹായ് അമ്മ. മിനി നായർ പറഞ്ഞു, പ്രജൻ നല്ല ശബ്ദമാണ് കേട്ടോ, നന്നായി പാടുന്നുമുണ്ട്, പ്രവിതയെ വിട്ടുപോയതല്ല കേട്ടോ, രണ്ടുപേരും സൂപ്പർ. അരുൺ പറയുന്നു, പൂരി കഴിച്ചിട്ട് ഉടനെ കിടന്ന് 24 ന്യൂസ് കാണുന്ന ഖത്തറിലെ ജോൺ ഡാനിയൽ. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഉറക്കത്തിന്റെ മൂഡിലേക്ക് കിടക്കുന്നതുകൊണ്ടാണ്. അവരും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. അതെ, അത് നമുക്കൊരു കോളറിലേക്ക് പോകാം. റോമിയാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. റോമി എത്തുന്നു നമ്മുടെ സ്ക്രീനിൽ. റോമി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. റോമി ഹായ്. ഹായ്, ഹലോ, എന്തുണ്ട് റോമി വിശേഷം? ഇടുക്കിയിൽ നിന്നാണല്ലേ? ഇടുക്കിയിലെ മഴയൊക്കെ എങ്ങനെയുണ്ട് റോമി? നമുക്കൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ മെസ്സേജ് റോമിയാണോ ഈ റോമി? റോമി നമ്മുടെ ഒരുപാട് സജഷൻസ് ഒക്കെ തരാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സജഷൻസ്. റോമി കഴിച്ചോ? കഴിച്ചു. റോമി എന്ത് ചെയ്യാ? ഇതുവരെ പറഞ്ഞ പാട്ടൊന്നും പാടിയിട്ടില്ല കേട്ടോ. ആണോ? ആരാ? ഒരു ടഫ് ലിസ്റ്റ് ഉണ്ട്. ഞാൻ പാടും റോമി, എന്തായാലും പാടും കേട്ടോ. ഓക്കെ റോമി, പറയൂ, 24ന്റെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പം 24ൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുഡ് നൈറ്റ് ഷോ തന്നെയാണ്. ഓ, താങ്ക് യു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഷോ അല്ലേ? ഒരു ചെറിയ അഭിപ്രായമുണ്ട്. രാവിലത്തെ പ്രഭാതത്തിലെ ഫസ്റ്റ് ബുള്ളറ്റിനുണ്ട്, ചെറിയ പാട്ടോട് തുടങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു. എല്ലാ ആങ്കേഴ്സിനോടും നമ്മൾ പറഞ്ഞു നോക്കാം. എന്റർടൈൻമെന്റ് ചാനലായി മാറും റോമി ഒരു പക്ഷേ. നമ്മുടെ ന്യൂസ് ചാനലാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ എന്താണ് പറയാ, രാത്രിയിലൊക്കെ ഈ സമയത്ത് നമ്മൾ ഹാർഡ് എല്ലാം എന്താണ് പറയാ, അത്രമാത്രം വലിയ വാർത്തകൾക്കൊക്കെ മാറ്റിവെച്ച് ആ വാർത്തകളും അറിയാം, ഒപ്പം അല്പസ്വല്പം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതായിരിക്കും അതിനൊരു സുഖം. വാർത്തകൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. റോമിയുടെ കൂടുതൽ വിശേഷങ്ങളും കൂടി ചോദിക്കാൻ തോന്നുന്നു.
ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്. എനിക്ക് Humanities. ജേർണലിസം ഫീൽഡ് ആണ്. ജേർണലിസം ആണ് ഇഷ്ടം. എനിക്ക് ഓക്കെ. യെസ്. എന്തുകൊണ്ടാണ് റോമി എന്തുകൊണ്ടാണ് 24 കണ്ടോട് മാത്രമാണോ എന്തുകൊണ്ടാണ് ഒരു ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് റോമി? അത് എനിക്ക് എന്റെ നിലപാടുകൾ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരോടും നല്ലപോലെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇഷ്ടം. ഓക്കെ, ഗുഡ്. അപ്പൊ ഒരു ജേർണലിസ്റ്റ് ആയി വരട്ടെ. അപ്പൊ അതിനായി ശ്രമിക്കുക. വീട്ടിലാരൊക്കെ ഉണ്ട് റോമി? പെട്ടെന്ന് അതും കൂടെ പറയൂ. നാളെ പാട്ട് പാടുമോ? നാളെ എന്റെ ശബ്ദം അനുവദിച്ചാൽ തീർച്ചയായിട്ടും പാട്ട് പാടും. ഞാൻ പ്രവേശിച്ച് ചെറിയ പാട്ട് പാടട്ടെ? ഓ ഷുവർ. അയ്യോ, പാട്ട് മറന്നുപോയി. ഇത്ര നേരം ഓർത്ത് വെച്ചായിരുന്നു, മറന്നുപോയി. ഓർമ്മയിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ വരുന്നൊരു പാട്ട്. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും പാത്തു വെച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു നിന്നെ കാണും നേരം തൊട്ടെന്നുള്ള തേടിപ്പായും തിരകൾ അലതല്ലും ഇടവെഞ്ചിപ്പോവും തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നീ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. മതിയോ? അടിപൊളി. ഇത് കവിതക്കാണോ? പ്രവേശിച്ചിരിക്കും. താങ്ക് യു സോ മച്ച് റോമി. അപ്പോൾ നന്നായി പഠിക്കുക, ഒരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് മാറട്ടെ. അതെ. അപ്പൊ നമ്മുടെ 24ന്റെ എന്താ സമ്പത്തായ പ്രേക്ഷകരിൽ ഒരാളാണ് റോമി. തീർച്ചയായിട്ടും. ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രേക്ഷകരുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. പക്ഷേ ഈ പാട്ടായിരുന്നു. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ 2 ലൈൻ പാടാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് അല്ലെ ഇന്ന് പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപാട് പേര് ഇപ്പോഴും കമന്റുകൾ അയക്കുന്നു. എല്ലാവർക്കും ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഉറങ്ങാൻ പോകുന്ന സമയമാണെന്ന് അറിയാം. എങ്കിലും ഒരുപാട് ഇപ്പോഴും നമ്മുടെ ഷോ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് സജഷൻസ് ആണ്. പിന്നെ എന്താ പെട്ടെന്ന് ഒരുപാട് മെസ്സേജുകൾ. അണിഞ്ഞ പാട്ട് പിന്നീട് പാടുമോ എന്ന് ചോദിക്കുന്നു. എല്ലാ റിപ്പോർട്ടേഴ്സിനും ചോക്ലേറ്റ് ദിനാശംസകൾ. യെസ്, ഇന്ന് ചോക്ലേറ്റ് ഡേ കൂടിയാണ്. എല്ലാ റിപ്പോർട്ടേഴ്സിനും ചോക്ലേറ്റ് ദിനാശംസകൾ അറിയിച്ചിരിക്കുന്നത് നിഷാദ് വി ആണ്. അൻസൽ പറയുന്നത് എൻ്റെ പേര് അൻസൽ, ഞാൻ ആദ്യമായാണ് ഈ പരിപാടി കാണുന്നത്. നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ടൈം ഇപ്പോഴാണ്, എങ്ങനെയാണ് വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നത് അതുകൂടി പറയണേന്ന്. നമ്മുടെ പ്രോഗ്രാം രാത്രി 10 മുതൽ 11:30 വരെയാണ്. പിന്നെ വീഡിയോ കോളിൽ ജോയിൻ ചെയ്യാൻ നമ്മളൊരു QR കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്താൽ മതി. ആ QR കോഡ് ഇപ്പം പരിപാടിയിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ തന്നെ 24ൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് പോയാൽ അവിടെ അതുണ്ടാവും, അത് പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്താൽ നമ്മുടെ ഡയറക്റ്റ് സൂം കോളാണ്, ജോയിൻ ആവും. അപ്പോൾ നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. നന്നായി ഉറങ്ങുക. ശുഭരാത്രി, സുഖനിദ്ര. ഗുഡ് നൈറ്റ്.